ദൈവത്തിന് സ്തുതി. മെൽക്കൗ എന്ന വാക്ക് മലയാളത്തിന് സമ്മാനിച്ചത് കല്യാണരാമൻ എന്ന സിനിമയിലൂടെ സലിം കുമാറാണ്. വെൽക്കം എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് അറിയാൻ വയ്യാതെ അതെഴുതുവാൻ കഷ്ടപ്പെട്ട് മെൽക്കൗ എന്ന് അദ്ദേഹം എഴുതി വയ്ക്കുകയാണ്. 26 അക്ഷരങ്ങളാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലുള്ളത്. ശരിയും തെറ്റുമായ വാക്കുകളെ സൃഷ്ടിക്കുന്നത് പ്രോപ്പർ ഓർ മിസ്പ്ലേസ്മെൻ്റ് ആണ്. വാക്കുകളെ, അക്ഷരങ്ങളെ കൃത്യമായി പ്ലേസ് ചെയ്യുന്നിടത്ത് അർത്ഥം നൽകുന്ന വാക്കുകളുണ്ടാകുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, ജീവിതവും അങ്ങനെയാണ്. കൃത്യമായി പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ, നമ്മെയും മറ്റുള്ളവരെയും വ്യക്തമായി കൃത്യമായി പ്ലേസ് ചെയ്യാൻ സാധിക്കുമ്പോൾ, പ്രതിഷ്ഠിക്കുവാൻ സാധിക്കുമ്പോൾ അത് ജീവിതത്തിന് അർത്ഥം നൽകുന്നു. കളയും വിളയും എന്താണെന്നൊരു ചോദ്യമുണ്ട്. ശരിയും തെറ്റും എന്താണെന്നൊരു ചോദ്യം. നെൽപ്പാടത്തെ ഗോതമ്പ് ചെടി കളയാകുമ്പോൾ ഗോതമ്പ് പാടത്തെ നെൽച്ചെടി കളയാകുന്നു. വെറും മിസ്പ്ലേസ്മെൻറ്റ് മാത്രമാണ്. ജീവിതത്തിൻ്റെ നന്മ തിന്മകളെ വേർതിരിച്ചറിയാനായിട്ട് നാം പരിശ്രമിക്കുമ്പോൾ ശരിയായ ഇടങ്ങളിൽ നമ്മെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിതത്തിന് അർത്ഥം നൽകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിവാഹ തിരുന്നിൽ ഒരു മനുഷ്യനെ വിവാഹവസ്ത്രമില്ലാത്തതിൻ്റെ പേരിൽ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുമ്പോൾ വസ്ത്രമില്ലാതെ ആ ആലയത്തിനുള്ളിലായിരിക്കുക എന്ന മിസ്പ്ലേസ്മെൻ്റാണ് അദ്ദേഹം ചെയ്തതെന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നാം നമ്മെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശരിയായ ഇടങ്ങളിലാണ്. ശരിയായ ഇടങ്ങളിലല്ലാത്ത പ്രതിഷ്ഠകൾ ഓരോ മിസ്പ്ലേസ്മെൻറ്റും ഓരോ അപരാധമാകുന്നു, തെറ്റായ വാക്കുകളാകുന്നു. തെറ്റായ ഇടങ്ങളിൽ നമ്മെ പ്രതിഷ്ഠിക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം.